പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവവികാസമാണ് ഉണ്ടായിരിക്കുന്നത്. രാധികയുടെ മരണത്തെ തുടർന്ന് ആകെ ഒറ്റപ്പെട്ടു പോകുന്ന മണിക്കുട്ടിയെ മകളായി വളർത്തുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ കാവ്യ. ഇതേ തുടർന്ന് മുത്തിനോട് മണിക്കുട്ടിയുമായുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒത്തുതീർക്കണം എന്നുള്ള കാര്യം കാവ്യ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഒടുവിൽ മുത്ത് അതിന് തയ്യാറാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മണിക്കുട്ടിയെ വീട്ടിൽ സ്വന്തം മകളെ പോലെ കാവ്യ വളർത്തുകയാണ്. പക്ഷേ ഇതേ സമയമാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല എങ്കിലും മണിക്കുട്ടിയെ ഇനി തനിക്ക് തൻ്റെ സ്വന്തം മകളെ പോലെ കാണാമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ കൃഷ്ണ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കാവ്യയുടെ മുന്നിലേക്ക് മറ്റ് സത്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. കൃഷ്ണയോട് മണിക്കുട്ടിയുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന കാവ്യ ആ സർദാർജിയായി വന്നയാളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന കൃഷ്ണ ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്ന് സമ്മതിക്കുന്നതിനായി തയ്യാറാവുകയും സർദാർജി താൻ തന്നെയാണ് എന്ന് കാവ്യയോട് പറയാൻ കാവ്യയുടെ മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.